ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പവിത്രം സീരിയലിലെ സീസൺ 2 നല്ലൊരു ഭാഗത്തേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇത് ഞാൻ തമിഴിലെ ഭാഗമാണ് പറയണത്. നമ്മുടെ പവിത്രം മലയാളം സീസൺ 1 തമിഴിലെ ഭാഗം തന്നെയായിരുന്നല്ലോ ഏറെക്കുറെ ഉണ്ടായിരുന്നത്. ഒരു 85% തമിഴിലെ ഭാഗം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ സീസൺ 2 തമിഴിലെ ഭാഗം എന്തായാലും ഉണ്ടാവും, ഒരു 70% ഉണ്ടാവും. അതുകൊണ്ട് തന്നെ തമിഴ് ഒറിജിനൽ എപ്പിസോഡിന്റെ റിവ്യൂ ആണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ സീരിയൽ നമുക്ക് തിങ്കളാഴ്ച തുടങ്ങുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് എങ്ങനെയാണ് പോണെന്ന് നോക്കാം. തമിഴ് പോലെ പോണെന്നുണ്ടെങ്കിൽ അതിന്റെ റിവ്യൂ എന്തായാലും ഇടുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ വേദയുടെ വിക്രത്തിനും ഒരു പെൺകുഞ്ഞാണ് ജനിക്കുന്നത്. ആ കുഞ്ഞിപ്പോ 8 വയസ്സായിട്ടോ. ആ കുഞ്ഞ് നല്ല മിടുക്കി കുഞ്ഞാണ്. വിക്രത്തെ പോലെയാണ് കേട്ടോ. വേദന പോലത്തെ സംസാരവും വിക്രത്തിന്റെ പോലത്തെ രൂപവും അങ്ങനെയാണ് ആ കുട്ടി. അത് ആ കുട്ടി സംസാരിക്കണ കേട്ട് കഴിഞ്ഞാൽ, കണ്ണടച്ച് കേട്ട് കഴിഞ്ഞാൽ വേദ മുമ്പിൽ വന്നിരുന്ന് സംസാരിക്കുന്ന പോലെ തോന്നും. ഈ കുഞ്ഞ് ആദ്യമായിട്ട് വിക്രം കാണുമ്പോ തന്നെ വിക്രത്തിന് അറിയില്ല വിക്രത്തിന്റെ കുഞ്ഞാണ് ഇതെന്നുള്ള കാര്യം. കാരണം വിക്രത്തിന്റെ വിചാരം വേദ ഏതോ നാട്ടിൽ പോയി സുഖമായിട്ട് ജീവിക്കുകയാണ്, അവളുടെ കൂടെ തന്റെ കുഞ്ഞില്ല, തന്റെ കുഞ്ഞിനെ അവൾ ഇല്ലാതാക്കി എന്നുള്ളൊരു വിശ്വാസമാണ് വിക്രത്തിന്. അതുകൊണ്ട് തന്നെ നമ്മുടെ വേദയുടെ വിക്രത്തിന്റെ കുഞ്ഞിന്, അവരുടെ കുഞ്ഞിന്, സ്വന്തം കുഞ്ഞിനെ നമ്മുടെ വിക്രം ആദ്യമായിട്ട് കാണുമ്പോൾ ഈ കൊച്ച് നമ്മുടെ വിക്രത്തോട് സംസാരിക്കുന്നുണ്ട്. സംസാരിക്കുമ്പോ വിക്രത്തിന്റെ കൂട്ടുകാർ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഈ കുട്ടി സംസാരിക്കണ കേൾക്കുമ്പോൾ നമ്മുടെ വേദ സംസാരിക്കണ പോലെ തോന്നുന്നു എന്ന്. അത് കേൾക്കുമ്പോൾ വിക്രത്തിന് ദേഷ്യമാണ് വരുന്നത്. അവളുടെ പേര് പോലും നിങ്ങൾ പറഞ്ഞു പോകരുത് എന്നാണ് പറയുന്നത്. അതേസമയം നമ്മുടെ ഈ മോളാണെന്നുണ്ടെങ്കിൽ വിക്രത്തെ പോലെ തന്നെ പെട്ടെന്ന് പൊട്ടിത്തെറിക്കും, ദേഷ്യം വരും. പക്ഷെ ഉള്ളിൽ ഫുള്ള് സ്നേഹാട്ടോ. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അമ്പലത്തിലേക്ക് പോവാണ് നമ്മുടെ വിജി. അതായത് കുഞ്ഞിനെ നോക്കാൻ വേണ്ടി ഒരു ആന്റിനെ നിർത്തിയിട്ടുണ്ട് നമ്മുടെ വേദ. ആ ഒരു പേരാണ് വിജി എന്ന്. കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ വേദന അതേ പ്രായം തന്നെ ഉള്ളൂ കേട്ടോ. മോളുടെ അമ്മയാണെന്നേ തോന്നുള്ളൂ. അതുകൊണ്ട് തന്നെ വിക്രം ഈ മോളെ കാണുന്ന സമയത്ത് എപ്പോഴും ഈ വിജിയാണ് കൂടെ ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിജിയാണ് ഈ മോളുടെ അമ്മ എന്നാണ് വിക്രം തെറ്റിദ്ധരിക്കുന്നത്. അങ്ങനെ ഇവര് ഒരു ദിവസം അമ്പലത്തിൽ പോവായിരിക്കും. വിജിയും മോളും കൂടി അമ്പലത്തിൽ പോവായിരിക്കും. അമ്പലത്തിൽ പോകുന്ന സമയത്ത് അവിടെ കമലയും ശ്രീജയും വിഘ്നേഷും നമ്മുടെ അതുപോലെ തന്നെ വിശ്വനും എല്ലാവരും അമ്പലത്തിൽ, നന്ദിനിയൊക്കെ അമ്പലത്തിൽ വരുന്ന ദിവസമാണ്. ആ സമയത്ത് നമ്മുടെ അച്ഛൻ തമിഴിൽ സീസൺ 2 ആയപ്പോഴേക്കും മരിച്ചു കേട്ടോ. നമ്മുടെ മാഷ് മരിച്ചതായിട്ടാണ് കാണിക്കുന്നത്. അങ്ങനെ ഒരു അമ്പലത്തിൽ വരണം. കാരണം ഇവരുടെ കുടുംബത്തിൽ ഓരോരോ പ്രശ്നങ്ങൾ വന്നു പോകുന്നു. അപ്പൊ അമ്പലത്തിൽ പ്രാർത്ഥിച്ച ആ പ്രശ്നങ്ങളൊക്കെ മാറും. അവിടെ ഒക്കെ ചെയ്ത് പൂജകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ എല്ലാവരും കൂടി അമ്പലത്തിലേക്ക് വരുന്നത്. ആ സമയം തന്നെ നമ്മുടെ മോള് വിജീനെയും കൂട്ടിക്കൊണ്ട് അതേ അമ്പലത്തിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കമല പൊട്ടിക്കരഞ്ഞുകൊണ്ട് അമ്പലത്തിൽ തൊഴുത് പ്രാർത്ഥിക്കണം. ബാക്കിയുള്ളവർ ഇങ്ങനെ പ്രദക്ഷിണം വെച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെ കമൽ ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥന കാണുമ്പോൾ മോൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ വിജി ചോദിക്കണ്ട, മോളെ നീ എന്താണ് ആ ആന്റിനെ തന്നെ ഇങ്ങനെ കുറെ നേരിട്ട് നോക്കിക്കൊണ്ടിരിക്കണത്? അല്ല, ആ ആന്റി എന്താ ഇങ്ങനെ കരഞ്ഞു പ്രാർത്ഥിക്കണത് എന്ന് മോള് വിജിയുടെ അടുത്ത് ചോദിക്കാണ്. ഇത് കേട്ട് വിജി പറയണ്ട്, അത് ചിലപ്പോ ആന്റിയുടെ ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങളോ കാര്യങ്ങളോ ഉണ്ടാവാതിരിക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം നടക്കാനായിട്ടോ എന്തെങ്കിലും തടസ്സമില്ലാതെ നടക്കാൻ വേണ്ടിയിട്ടായിരിക്കും പ്രാർത്ഥിക്കുന്നുണ്ടാവാം. ചിലപ്പോ ആന്റിയുടെ മോന്റെയോ മോളുടെയോ വിവാഹമൊക്കെ പെട്ടെന്ന് തടസ്സമില്ലാതെ നടക്കണമെന്നും, ചിലപ്പോ എന്തെങ്കിലും പ്രശ്നങ്ങളോ വിഷമങ്ങളോ ഉണ്ടാകുമ്പോൾ ആ വിഷമങ്ങളൊക്കെ മാറ്റിത്തരണമെന്നും എന്നൊക്കെ പറഞ്ഞെങ്കിൽ പ്രാർത്ഥിക്കുന്നുണ്ടാവാം. നമ്മൾ ദൈവങ്ങൾക്ക് വരുന്നത് സങ്കടം വരുമ്പോഴും സന്തോഷം വരുമ്പോൾ മാത്രമല്ല, അതിനിടെ നമ്മൾ കൂടുതൽ ആൾക്കാരും ദൈവങ്ങളെ കണ്ടില്ലെന്നല്ല അടിക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഇവർക്കും എന്തോ വിഷമമുണ്ട്. അവരുടെ മുഖം കണ്ടാൽ അറിയാം ഇത് സന്തോഷം കൊണ്ടുള്ള കണ്ണീരല്ല, വിഷമം കൊണ്ടുള്ള കണ്ണീരാണ്. അവര് കരയട്ടെ മോളെ, കരഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. അപ്പൊ മനസ്സിലെ ഭാരം കുറച്ച് കുറയും. ആന്റി വേണമെന്നുണ്ടെങ്കിൽ വിജയാന്റി വേണമെന്നുണ്ടെങ്കിൽ വലം വെച്ച് പ്രാർത്ഥിച്ചു വാ, ഞാൻ ഇവിടെ ഇരുന്നോളാം. അയ്യോ എനിക്ക് പേടിയാ, നീ കണ്ണു തെറ്റിക്കാനല്ലേ എവിടെയെങ്കിലും ഓടിപ്പോകും. അയ്യോ ഇല്ലില്ല, അമ്പലത്തിൽ നിന്ന് ഞാൻ അങ്ങനെ ചെയ്യില്ല, ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചോളാം. പിന്നെ ഇതുപോലെ പ്രാർത്ഥിക്കാവുന്നവരൊക്കെ നോക്കി നിൽക്കാലോ എന്നൊക്കെ പറയാണ്. അങ്ങനെ വിജി തൊഴുത് പ്രദക്ഷിണം വെക്കുന്ന സമയത്ത് നമ്മുടെ കമല പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ മോള് വന്ന് കമലയുടെ കയ്യിൽ തട്ടുവാട്ടോ. കമല കണ്ണ് തുറക്കുമ്പോഴേക്കും, അത് കമല പ്രാർത്ഥിക്കണ ഇങ്ങനെയായിരുന്നു, എന്നാലും എന്റെ വേദയുടെയും വിക്രത്തിന്റെ കുഞ്ഞിനെ ദൈവമേ ഞങ്ങൾക്കൊന്ന് കാണാൻ പറ്റിയില്ലല്ലോ, അദ്ദേഹത്തിനൊന്നും കാണാൻ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ കുട്ടി വന്നിട്ട് കയ്യിൽ തട്ടുന്നത്. അപ്പൊ പെട്ടെന്ന് തന്നെ കമല ഇങ്ങനെ നോക്കുമ്പോഴേക്കും നമ്മുടെ വേദയും വിക്രത്തിനെ പോലെയൊക്കെ തോന്നാട്ടോ കുഞ്ഞിനെ കാണുമ്പോ. ആരാ മോളെ എന്ന് ചോദിക്കുമ്പോഴേക്കും, എന്താ മോളെ എന്നെ വിളിച്ചത്? അല്ല കുറെ നേരമായല്ലോ കരയുന്നത്, എന്തിനാ ഇങ്ങനെ കരയുന്നത്, എന്തെങ്കിലും വിഷമമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. വിഷമേ ഉള്ളു മോളെ എന്ന് പറയുമ്പോഴേക്കും, എങ്ങനെ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ, പ്രശ്നങ്ങളൊക്കെ മാറി മാറി വരും. അതെ, നമ്മൾക്ക് നല്ല സമയം മാത്രമല്ല ചീത്ത സമയം ഉണ്ടാവും. അതുപോലെ തന്നെ ചീത്ത സമയം മാത്രം ഉണ്ടാവില്ല, നല്ല സമയം ഉണ്ടാകും. അങ്ങനെ പ്രതീക്ഷയോടെ ജീവിച്ചാൽ മതി. അല്ല, ഇതൊക്കെ ഇത്രയും ചെറുപ്പത്തിൽ മോളെ ആരാ പഠിപ്പിച്ചത്? അതൊക്കെ എന്റെ അമ്മയും പിന്നെ വിജയമ്മയും പഠിപ്പിച്ചതാണെന്ന് പറയാണ്. വിജയമ്മയോ? അതെ വിജയമ്മ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ വിജി അവിടേക്ക് വരുന്നുണ്ട്. ആ മോളെ, അതാണ് മോളുടെ അമ്മ. അതെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മോളെ വിജിയുടെ അടുത്തേക്ക് പോവാണ്. അത് കാണുമ്പോൾ കമല മനസ്സിൽ വിചാരിക്കാണ്, എന്റെ വേദക്കും വിക്രത്തിനും ഒരു പെൺകുഞ്ഞായിരുന്നെങ്കിൽ ഇപ്പൊ ഇതേ പ്രായം ഉണ്ടായിരുന്നേ. ഈ കുഞ്ഞിനെ കണ്ടപ്പോ എവിടെയൊക്കെയോ വേദയുടെ സ്വഭാവവും വേദയുടെ ശബ്ദം പോലെ തോന്നുന്നു എന്നൊക്കെ കമല വിചാരിക്കുന്നുണ്ട് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.